ഹലോ, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബേസിക് സ്റ്റെപ്സ് ഓഫ് ദി എക്സലാണ്. കാരണം വെച്ചാൽ നമുക്ക് എക്സൽ എന്തെല്ലാം ബേസിക് ആയിട്ട് ചെയ്യാം വേണ്ടിയാണ്. അപ്പോൾ അതിനൊരു ചെറിയ ഡാറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു വെഹിക്കിൾ സെയിലിൻ്റെ ഡാറ്റയാണ്, ഓട്ടോ ഷോറൂമിൻ്റെ. അപ്പോൾ അതിൽ ഡേറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ്, അതേപോലെ സെയിൽസ്മാൻ, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എല്ലാം ഉണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ആദ്യം ഇപ്പോൾ ക്വാണ്ടിറ്റി റേറ്റ് ഉണ്ട്. നമുക്കൊരു ബേസിക് സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല ടൈപ്പ് ചെയ്യാം. ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഫ് ഇൻറ്റു ജി എമൗണ്ട് ടൈപ്പ് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല ഇത് കിട്ടാൻ വേണ്ടിയാണ്, മൾട്ടിപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഈ ഫിഗറിന് നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ടോട്ടൽ ഇത് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സം എന്നൊരു ഫീച്ചർ നമ്മുടെ ഓപ്ഷനിലുണ്ട്. റിബണിൽ എഡിറ്റിങ്ങിൽ ഓട്ടോ സം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സം വാല്യൂ എത്രയാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ദറ്റ് മീൻസ് 1,54,09,000 എമൗണ്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഭംഗി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എത്തിക്കാൻ, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ ഫോണ്ടിൽ നമ്മൾ ബോർഡേഴ്സ് എന്നൊരു കോളം സെലക്ട് ചെയ്ത് നമുക്ക് ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യാം. കാരണം ഒരു ബോർഡർ ഫോർമാറ്റിൽ വരുമ്പോഴാണ് ഒരു ഇത് കിട്ടുക, ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് ഹെഡിങ് കോളമായ ഡേറ്റ് അതിനെ ഒരു ഡിഫറെൻറ്റ് ഫോണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഫോണ്ട് കോളം ഉപയോഗിക്കാം, റിബൺ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അതിനൊരു കളറ് സെലക്ട് ചെയ്യാം. അതിന് ഫിൽ കളറിന് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഫോണ്ടിന് കളറ് സെലക്ട് ചെയ്യാം. ഏതാണ് ഫോണ്ടിന് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് കിട്ടുന്ന കളറ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ലൈറ്റ് കളർ ഉപയോഗിക്കാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാൻ, ഇൻഡൻറ്റ് സൈസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫോണ്ടിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സൈസ് കൂട്ടാൻ പറ്റും നമുക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടി, ദാറ്റ് മീൻസ് കോളം വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കറക്റ്റ് സൈസിൽ ഇവിടെ ലഭിക്കും നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു റാപ്പ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വരെ, അല്ലെങ്കിൽ ഒരു ഇൻസെർട്ട് കോളം. അപ്പോൾ നമുക്കൊരു റോ ഇൻസെർട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഇൻസെർട്ട് ചെയ്യണം. നമ്മൾ ഇൻസെർട്ട് ഓപ്ഷനിൽ പോയിട്ട് ഇൻസെർട്ട് ഷീറ്റ് റോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു റോ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിവിടെ ഒരു റോ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് കോപ്പി ചെയ്ത് താഴത്ത് പേസ്റ്റ് ചെയ്യാം. ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ചെയ്യാൻ ഓപ്ഷനാണ്. ഇതിന് Ctrl+C കോപ്പി ചെയ്യാനും Ctrl+V പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഷോർട്ട് കീ ആയിട്ട്. നമ്മൾ എക്സൽ ഓൾറെഡി ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വെറുതെ ഫസ്റ്റ് വേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ തിരിച്ചറിയും. അപ്പോൾ അത് യൂണിക്കോൺ റിലേറ്റഡ് വരും. അതുപോലെ തന്നെ സെയിൽസ്മാൻ ഇതുപോലെ തന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ രാജു വരും. ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഫോർമുല സെറ്റ് ചെയ്തുകൊണ്ട് ഫോർമുല ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യും. ടോട്ടൽ വാല്യൂയിൽ പോലും അത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതിനൊരു ഹെഡിങ് ഇടുന്നു വിചാരിക്കുക. നമ്മൾ ടോപ്പിക് സെയിൽസ് ഓഫ് ദി മോട്ടോർ സൈക്കിൾ ഇൻ ഹോണ്ട ഷോറൂം. കാരണം അത് ഹോണ്ടയുടെ വെഹിക്കിൾസ് ആയതുകൊണ്ട് ഹോണ്ട ഷോറൂം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ഇതിനെ കൂടുതൽ ഒരു ലുക്ക് വരുത്താൻ വേണ്ടി, പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിതിനെ മെർജ് ചെയ്യാം. അലൈൻമെൻറ്റ് ഓപ്ഷൻ മെർജ് സെൻറ്റർ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെർജ് സെൻറ്ററിലേക്ക് വരും. അതിന് കളർ ഫില്ല് ചെയ്യാം. ഇതൊരു ഇപ്പോൾ കാണാനൊരു ഭംഗിയായി. ഇനി ഇതിൽ നമുക്ക് വരാവുന്നൊരു ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ വെഹിക്കിൾ ചില സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിൾ വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിൾ, ഇപ്പോൾ ഡ്രീമിയൊക്കെ സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിളാണ്. ഇപ്പോൾ നമ്മളിവിടെ സ്പെഷ്യൽ എഡിഷൻ ടൈപ്പ് ചെയ്യണം. സ്പെഷ്യൽ എഡിഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കണം. അതാണ് ഇവിടെ നമുക്ക് വരാവുന്ന ഒരു ഒബ്സ്റ്റാക്കിൾ. എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ എഡിഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അതിന് നമ്മൾ റാപ്പ് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അലൈൻമെൻറ്റിൽ റാപ്പ് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡ്രീമൊക്കെ സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിളാണ്. ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എക്സലുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബേസിക് സ്റ്റെപ്സ് കൂടെ നമുക്ക് എക്സൽ പഠിക്കാൻ സാധിക്കുള്ളൂ. കാരണം നല്ലൊരു അടിത്തറയിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫങ്ഷൻസിനോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് കൂട്ടാനും
നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ടച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പ്രൈമറി സ്റ്റെപ്പാണ്. ഇതിപ്പോൾ എക്സൽ അറിയാത്തവർ, ബേസിക്കലി എക്സലിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകുന്നവർ നിങ്ങൾക്ക് കൂടുതൽ അതൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.